എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1657 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സാജൻ ബി എഡിസൺ ആണ്. ഡോക്ടറുടെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്നുള്ളതാണ്. അതിന്റെ ഹോമിയോപ്പതി സാധ്യതകളും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ സാജൻ ബി എഡിസൺ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എത്തിയിട്ടില്ല, ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ, ബിനൈൻ ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് ആണ് ഇന്നത്തെ വിഷയം. നമുക്ക് ഡോക്ടർ നേരത്തെ ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. അതുവരെ രണ്ട് വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മനോജ് ഡോക്ടറെ, ബിനൈൻ ഹൈപ്പർട്രോഫി പ്രോസ്റ്റേറ്റ് എന്തെങ്കിലും രണ്ട് വാക്ക് അതിനെക്കുറിച്ച്. സാജൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്, പക്ഷേ നെറ്റ് കവറേജ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. നോക്കട്ടെ, ലിസ്റ്റിലുണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ വളരെ മേജർ ഇഷ്യൂ ആണ്. അറൌണ്ട് 6th ഡെക്കേഡ് ആകുമ്പോൾ 50% ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടാകുന്നെന്നും 8th ഡെക്കേഡ് ആകുമ്പോഴത്തേക്ക് 90% ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ബിനൈൻ ഹൈപ്പർട്രോഫി പ്രോസ്റ്റേറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യൽ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് പലതവണ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ച് അടുത്ത സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അർജ് ഇൻകോണ്ടിനൻസ്, പോണം എന്ന് വിചാരിച്ചാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഓട്ടോറിക്ഷയിലൊക്കെ പോകണ പെട്ടെന്ന് റോഡിൽ ചാടി ഇറങ്ങുകയും ഉടനെ തന്നെ മൂത്രമൊഴിക്കുകയും ചെയ്തു പോകും. പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തെ പിന്നെ 4th സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഡോക്ടർ ബ്ലോക്ക് ആവുകയാണ്. ഇതാണ് ഒരു മേജർ പ്രോബ്ലം. ഇത് ധാരാളം പേർക്കുണ്ട്. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും എക്സ്പെർട്ടൈസ് ചെയ്യണം, തീർച്ചയായിട്ടും അവർക്ക് പ്രാക്ടീസിൽ നല്ല സാധ്യത ഉള്ളതാണ്. മാത്രമല്ല, മറ്റ് ചികിത്സാ പൊതുവെ സർജറിയാണ് പറയുന്നത്. നമുക്കറിയാം, സർജറി എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഒരു ഡിസീസിന്റെ പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ല ഡിസീസിന്റെ പ്രോസസ്സിനെ റിമൂവ് ചെയ്യല്ല. അപ്പം പ്രോഡക്റ്റും പ്രോസസ്സും രണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനെ അറസ്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് ഉണ്ട്, തീർച്ചയായിട്ടും കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ അടുത്തിടെയായിട്ട് ഈ പറഞ്ഞ അർജ് ഇൻകോൺസ് ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ആസിഡ് ബെൻസോയിക് ആസിഡ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. പുള്ളി വളരെ സഫർ ചെയ്തൊരു കേസാണ്. നിങ്ങൾ റെപ്പർട്ട് നോക്കിയിട്ടാണ് തോന്നുന്നത്. റോബിക് ഉണ്ട്, ഓൾഡ് ഏജ് പേഷ്യൻസിനുള്ള ആസിഡ് ബെൻസോയിക് നല്ല മെഡിസിൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ സവാൾ സെർലേറ്റ, അതുപോലെ തന്നെ ഡാമിയാന, ഫെറംബിക്രിക്കം, കുറെ തൂജ, അങ്ങനെ മെഡിസിൻസ് ആവശ്യം പോലെ ഉണ്ട്. പക്ഷേ ഡീറ്റാലിസ് നല്ല മെഡിസിൻ ആണ്. ഡോക്ടർ ഒന്ന് വീഡിയോ ഓൺ ചെയ്തപ്പോഴും നമുക്ക് വിളിക്കാം. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം. ഡോക്ടറെ പ്രത്യേകിച്ച് അഭിനന്ദനം അർഹിക്കുന്നത്. കാരണം വയനാട് കോളേജില് ഒരു വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ ചെയർമാനായ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ഉരുക്ക് മനുഷ്യനെന്ന് പറയേണ്ടി വരും. സാജൻ ഡോക്ടറെ സ്വാഗതം. നമസ്കാരം സാറേ. റേഞ്ചിന്റെ ചെറിയൊരു നേരത്തെ ലോക്ക്ഡൌൺ ആയിരുന്നു, അപ്പൊ റേഞ്ചിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എന്തായാലും കേക്കാം. ഇടയ്ക്ക് റേഞ്ച് പോകണ്ട, അതാണ് ആ ചതുരം പോണു. സാജൻ ഡോക്ടർക്ക് വീണ്ടും റേഞ്ച് പ്രോബ്ലം ഉണ്ട്, റേഞ്ച് ഇല്ല. എന്താ ചെയ്യാ? ഇനിയിപ്പോ സ്റ്റാർലിങ്ക് ഒക്കെ വന്നാലേ നടക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി ഒക്കെ വരുന്നുണ്ടല്ലോ, സാറ്റലൈറ്റ് വെച്ചുള്ള ആ ഒരു നെറ്റ്വർക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു. അതാണ്. പിന്നെ അതുപോലെ ഇമോഷണൽ സ്ട്രെസ് വേറെ ഘടകമാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം,
വെച്ചാല് ഈ പ്രോസ്റ്റേറ്റ് ഡിസീസും ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധമാണെന്ന് തോന്നുന്നു. കാരണം പുരുഷന്മാരിലെ ഹോർമോണൽ ഇംബാലൻസിന് പ്രധാന കാരണം പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹെർട്ട് ചെയ്യപ്പെടും. അത് കാരണം തന്നെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാർട്ട് ഡിസീസ് കൂടുതൽ അതിൽ തന്നെയാണ്. മെയിൽ ഫീമെയിൽ റേഷ്യോ നോക്കി എനിക്ക് തോന്നുന്നു ഏറ്റവും ഹാർട്ട് ഡിസീസ് പൊതുവെ ഉണ്ടാകുന്നത് ഈ മെയിൽസിലാണ്. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒബ്സർവേഷൻ തോന്നിയിട്ടുള്ള കാര്യം ഈ പ്രോസ്റ്റേറ്റ് വീക്കാണ്. പിന്നെ ഈ കപ്പലണ്ടി എന്ന സാധനം ഉപയോഗിക്കുന്ന പലരിലും ഇത്തരം ഇഷ്യൂസ് കാണുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് മാത്രമല്ല കപ്പലണ്ടിയോ? കപ്പലണ്ടി, പ്രോസ്റ്റേറ്റ് മാത്രമല്ല ഓവറി, അതുപോലെ തന്നെ ഇത് ബ്രസ്റ്റ് ട്യൂമർ, ഇതിനൊക്കെ പൊതുവെ കാരണമാണ്. ഇപ്പൊ അടുത്തിടെ എവിടെ ഒരു ലേഖനം വായിക്കുന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയിൽ എന്തൊരു പൂപ്പലുണ്ട്, അത് കാരണമാണെന്ന് പറയുന്നു. എനിവേ അത് നമ്മൾ നോക്കുമ്പോൾ പൊതുവെ കാണുന്ന ഒരു 1-to-1 കോറിലേഷൻ ഓൾമോസ്റ്റ് കാണുന്നുണ്ട്. പല ആൾക്കാരിലും അത് കാണുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. സായം ഡോക്ടറെ കേൾക്കാമോ? പക്ഷെ ഡോക്ടറെ സാറേ കാണുന്നു. കേൾക്കാമോ സാറേ? കാണാം, കേൾക്കാം, തുടങ്ങിക്കോളൂ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് സാർ. കാണാമോ സാർ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടങ്ങിക്കോളൂ. വിസിബിൾ ആണോ സാർ? ആണ്. ഫസ്റ്റ് സ്ലൈഡ്, ബിനൈൻ ഹൈപ്പർപ്ലേഷ്യ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. വിസിബിൾ ആണോ സാർ? അതെ. അല്ല, ഇത് പൊതുവെ ഒരു ജനറൽ ഒബ്സർവേഷൻ ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഡയറ്റിന്റെ ഹാർട്ടും പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. കപ്പലണ്ടി കഴിക്കുന്ന ആൾക്കാരിൽ കപ്പലണ്ടി, ഇമോഷണൽ സ്ട്രെസ് ഒരുപാട് ഹർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഏജാണ് ഈ 50-60 എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ആ ഒരു ഏജിൽ സ്ട്രെസ് കൂടുകയും ചെയ്യുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ധാരാളം പേർക്കുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. പലരും അത് കാരണം ബസ് യാത്ര ഒഴിവാക്കുന്നുണ്ട്, ട്രെയിനിലാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റും ഉണ്ട്. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. 56 വയസ്സ് വരെയിരിക്കുന്ന അവസ്ഥയല്ല പിന്നെ. അപ്പോഴത്തേക്ക് ഇമോഷണൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അവർ പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ല. ഹരിഹരൻ സാറൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ? ഹരിഹരൻ സാറൊക്കെ ഉണ്ട്. ഹരിഹരൻ സാറെ ഉണ്ട്. ഹരിഹരൻ സാറൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റിക്ക് നമുക്ക് റേഞ്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ചർച്ചയാക്കി ഡോക്ടർ കറക്റ്റായിട്ട് വരുന്നിടം വരെ പോകാം എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. പുതിയ പുതിയ ആൾക്കാർ വരണം ഇങ്ങോട്ട്. കേൾവിക്കാരായ മാത്രം പോരാ. ഹരിഹരൻ സാറുണ്ടോ? ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? ഹരിഹരൻ സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അല്ലാതെ മറ്റാർക്കെങ്കിലും ജയലളിത ഡോക്ടർക്കൊക്കെ എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ധനേഷ് ഡോക്ടർ ഉണ്ട്, ധനേഷ് ഡോക്ടർക്ക് സംസാരിക്കാം. രാജൻ ഡോക്ടർ യാത്രയിലായിരുന്നു, അതാണ് പറ്റിയത്, സമയത്ത് എത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു ചർച്ച നടത്തിയതാണ്. അതിൻ്റെ തന്നെ ഒരു മലയാളമാണ് ഇത് വെച്ചത്. സൗഭാഗ്യപരമെന്ന് പറയട്ടെ, ഇന്നത് നടത്താൻ പറ്റിയില്ല. ഡോക്ടർക്ക് ഇടയ്ക്ക് കയറാവുന്ന. ഇപ്പൊ എന്താ പറഞ്ഞേ? റേഞ്ച് പോയതാണ് പ്രശ്നം. സ്ക്രീൻ ഷെയർ ഒക്കെ ചെയ്തതാണ്, അപ്പോഴേക്ക് റേഞ്ച് പോയി. നമ്മൾ ഈ പ്രോസ്റ്റാറ്റിക് ക്യാൻസറിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ചും ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ചർച്ച നടത്തിയതാണ്. പക്ഷെ ഇതൊരു സ്പെസിഫിക് അവതരണമായതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് പ്രോസ്റ്റേറ്റിന്റെ രോഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് ധാരണയുള്ളവരാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് വീക്കം വരിക എന്ന് പറയുമ്പോൾ 40 വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം കൂടുതലായിട്ട്.
അതിൻ്റെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ തന്നെ ആ, ഈ പ്രോസ്റ്റാറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകം, അതായത് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ്, അത് പല പർപ്പസാണ് അതിനുള്ളത്. ഒന്ന്, ഈ ഫ്ലൂയിഡാണ് നമ്മുടെ ഈ സ്പേം വരുമ്പോഴത്തേക്ക് നമ്മുടെ യൂറിനറി ട്രാക്റ്റ് ക്ലിയർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൂടാതെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തന്നെയാണ്. അതെ, സാജൻ സംസാരിക്കാവോ? സംസാരിക്കാം ഡോക്ടറെ, കേൾക്കാം. ഇല്ല, സാജൻ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഇല്ല, കണ്ടില്ലല്ലോ. ഉണ്ട്. മെസ്സേജ് ഡോക്ടറെ, മെസ്സേജ് ഒന്നുകൂടെ കോഹോസ്റ്റ് ആക്കാം. അൺമ്യൂട്ട് ചെയ്താൽ മതി സാജൻ. ആ ഹലോ, കേൾക്കാം. കേൾക്കാമോ സാർ? ഒരു കാര്യം ചെയ്താൽ മതി. ഇനി അഥവാ മറ്റേ PPT ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സംസാരിച്ചാലും മതി. ഇപ്പൊ ഞാൻ ചെയ്യുന്നു സാർ. ഇപ്പൊ നെറ്റ് കിട്ടിയിട്ടുണ്ട് സാർ. ഓക്കെ. സാർ ഒന്ന് കട്ടായിട്ടൊന്ന് ജോയിൻ ചെയ്യാം സാർ. ശരി ശരി. ഇപ്പൊ ലാപ്ടോപ്പിൽ നിന്നാണ് കഴിയുന്നത്, നേരത്തെ മൊബൈലിൽ നിന്നായിരുന്നു. അല്ല, അത് ഞാൻ പക്ഷെ അതിനകത്ത് ഡോക്ടറാണ് ഒന്ന് കോഹോസ്റ്റ് ആക്കി. ഇപ്പൊ കോഹോസ്റ്റ് അല്ലല്ലോ. ആരാണ്? സാജൻ ഡോക്ടറോ? ഇല്ല, ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന പറഞ്ഞല്ലോ. ഇപ്പൊ കാണുന്നില്ലല്ലോ. ശരി ശരി ശരി. അതാ നേരത്തെ നമ്മൾ കോഹോസ്റ്റ് ലീവ് ചെയ്തിരിക്കും, ജോയിൻ ചെയ്യും. അതെ. വെയിറ്റിംഗ് റൂം എനേബിൾഡ് അറിയാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് വന്നു കഴിയുമ്പോൾ ആ ഭാഗം മുതൽ ഒന്ന് ഇതായിട്ട് ഫ്രഷ് ആയിട്ട് എടുത്ത് എഡിറ്റ്. വരുന്നുണ്ട്. വന്നു. ഞാൻ അഡ്മിറ്റ് ചെയ്യണേ. ഇപ്പോഴും വെയിറ്റിംഗ് റൂം എനേബിൾഡ് ആക്കണം. അപ്പൊ ഹോസ്റ്റിന് അറിയാൻ പറ്റും ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളതേ. ഡോക്ടറെ ശ്രദ്ധിച്ച? എന്തോ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ? അല്ല, അത് തന്നെ വെയിറ്റിംഗ് റൂം എനേബിൾഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഒരാൾ ജോയിൻ ചെയ്തില്ലെന്ന് അറിയാൻ പറ്റും. ആ സമയത്തേ പറ്റുള്ളൂ ഡോക്ടറെ. അദ്ദേഹത്തെ കോഹോസ്റ്റ് ആക്കിയതാ, ജോയിൻ ചെയ്തു. സാധ്യം ജോയിൻ ചെയ്തു. ചെയ്താൽ മതി. ഓക്കെ സാർ, ഷെയർ ചെയ്യട്ടെ സാർ? ഷെയർ ചെയ്ത് ഒന്നില്ലല്ലോ. കോഹോസ്റ്റ് ആകുന്നതിന് മുമ്പ് ഷെയർ ചെയ്ത് ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട്. Only the host can share this meeting. അല്ല, ഒന്നുകൂടെ കോഹോസ്റ്റ് ആക്കട്ടെ. കോഹോസ്റ്റ് ആക്കി. ഇനി വീണ്ടും അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഷെയർ ചെയ്യും. വരുന്നുണ്ട്. വന്നിട്ടുണ്ടോ സാർ? ഓക്കെ, തുടങ്ങട്ടെ സാർ? യെസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ക്ഷമിക്കണം, കാരണം ഞാൻ യാത്രയിലായിരുന്നു. അതുകൊണ്ട് നെറ്റിന്റെ ചെറിയൊരു പ്രോബ്ലം കാരണമാണ് ഡിലേ ആയത്. അപ്പൊ ആദ്യമേ തന്നെ ഞാനൊരു ക്ഷമാപണം പറയുകയാണ്. അതോടൊപ്പം തന്നെ IFPHന്റെ ഈ ഒരു സെഷനിൽ എന്നെ വിളിച്ച IFPHന്റെ കോർ കമ്മിറ്റി മെമ്പേഴ്സിനോടും അതിന്റെ ഭാരവാഹികളോടുള്ള എന്റെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. IFPH ഇക്കാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഇടയിലും ഡോക്ടേഴ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുത്തഖണ്ഡമായി അഭിനന്ദിക്കാൻ ഞാൻ അധികം ഈ ഒരു സമയം വിനിയോഗിക്കുകയാണ്. കാരണം IFPHന്റെ പല പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാൻ ഭാഗ്യം കിട്ടിയ ഒരാളെന്ന നിലയാണ് ഞാൻ ഇത്തരത്തില് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ തന്നെയും കോവിഡ് മഹാമാരി വന്ന സമയത്തും ആഴ്സനിക് ആൽബം എന്ന ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണത്തിന് ഉൾപ്പെടെ മുൻകൈ എടുക്കുകയും പ്രാക്ടീസിന്റെ ഓർഡർ ഉൾപ്പെടെ കോടതി മുഖാന്തരം എത്തിക്കുകയും ഹോമിയോപ്പതിയുടെ എല്ലാവിധ മേഖലയിലുള്ള ജനങ്ങളിലേക്കും ഹോമിയോപ്പതിയുടെ നന്മ എത്തിക്കാൻ വേണ്ടി ക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് IFPH. അതുകൊണ്ട് തന്നെ IFPHുമായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. സെക്രട്ടറിന്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഹോമിയോ ഡോക്ടേഴ്സിന്റെ വേണ്ടി നടത്തിയ ധർണകൾ ഉൾപ്പെടെ സമരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന രീതിയിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും IFPH സഹകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് അവസരം തന്ന കമ്മിറ്റി മെമ്പേഴ്സിന് ഒന്നും കൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു സെഷനാണ്. ഇംഗ്ലീഷ് സെഷനിൽ ചെയ്തൊരു ടോപ്പിക് തന്നെയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യയും അതിന് ഹോമിയോപ്പതിക് മാനേജ്മെന്റിനെ പറ്റിയാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതോടെ തന്നെ എന്നെ കൊണ്ട് എൻ്റെ അറിവിൻ്റെ ഒരു
പരിമിതികൾക്കുള്ളിൽ നിന്ന് ഉള്ളൊരു ചെറിയൊരു പ്രസന്റേഷൻ ആണ്. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് ഒന്ന് ചൂണ്ടിക്കാട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ പ്രോസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രോസ്റ്റാറ്റ് യുറേത്രയെ സറൗണ്ട് ചെയ്യുന്ന ഒരു ഫൈബ്രോ മസ്കുലർ ഗ്ലാൻഡ് ആണ്. അതിന്റെ 1.25 ഇഞ്ച് അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ സറൗണ്ട് ചെയ്യുന്നത് ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ആയിട്ടാണ്. അപ്പോൾ അതിന്റെ ബേസ് ഇരിക്കുന്നത് ബ്ലാഡറിന്റെ നെക്കിലും യൂറോജെനിറ്റൽ ഡയഫ്രത്തിനെതിരായിട്ടുമാണ് അതിന്റെ ബേസ്, പ്രോസ്റ്റേറ്റിന്റെ ബേസ് ഇരിക്കുന്നത്. 2 സെമിനൽ വെസിക്കിളും 2 ഇജാക്ടറി ഡക്സും ഇവിടെയാണ് അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പ്രൈമറി ക്യാൻസർ പോസ്റ്റീരിയർ ലോബിൽ നിന്നാണ് കൂടുതലായിട്ട് അറൈസ് ചെയ്യുന്നത്. അതിൽ അഡിനോമ മീഡിയൻ ലോബിൽ നിന്നുമാണ്. ഡോക്ടർ ഷെയർ ചെയ്തിട്ടുണ്ടോ? കാണുന്നില്ല. ഇല്ല, അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഷെയർ ചെയ്യേ, അപ്പോഴേ അത് വരും. വന്നിട്ടുണ്ട്. തുടരാം. ബിഗ് പീച്ച് ഫൈബ്രോ അഡിനോമ ഉണ്ടോ? കേൾക്കാമോ സാർ? അത് മതി, പറഞ്ഞാ മതി ഡോക്ടറെ. ഷെയർ ചെയ്ത് ശരിയാവുന്നില്ല എന്തോ. രണ്ടും കൂടെ ചെയ്യാനുള്ള ഒരു പവർ നെറ്റ്വർക്കിന് ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാണാമോ സാറേ? കാണാം. ഓക്കെ സാർ. അപ്പോൾ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ സാധാരണയായി ഒരു ബിനൈൻ എൻലാർജ്മെന്റ് ആണ്. അത് യൂഷ്വലി 50 വയസ്സിന് ശേഷം 60 മുതൽ 70 വയസ്സ് വരെയുള്ള പ്രായമുള്ളവരിലാണ് കൂടുതലായും ഇത്തരത്തിലുള്ള BPH കണ്ടുവരുന്നത്. ഇതിൽ തന്നെ ഇത്തരത്തിൽ 2 തരത്തിലുള്ള സെൽസ് കാണപ്പെടുന്നു. എപ്പിത്തീലിയൽ സെൽസ് ഗ്ലാൻഡിനുള്ളിലും സ്ട്രോമ വിത്ത് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്മൂത്ത് മസിൽ. ഇതിൽ തന്നെയാണ് BPH യൂഷ്വലി അഫക്ട് ചെയ്യുന്നത്. the proliferation of epithelium and tissue stromal ലെയറിലാണ് ഇത്തരത്തിലുള്ള BPH കാണപ്പെടുന്നത്. ഇതിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നോർമൽ പ്രോസ്റ്റേറ്റിന്റെയും എൻലാർജ് പ്രോസ്റ്റേറ്റിന്റെയും രണ്ടിന്റെയും പിക്ചേഴ്സ് ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻലാർജ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ്, യുറീത്രയുടെ 2 ഭാഗത്തായിട്ട് കാണപ്പെടുന്ന എൻലാർജ്ഡ് ആയിട്ട് പ്രോസ്റ്റേറ്റ് ആണ്. ഇത് കാരണം കംപ്രസ്ഡ് ആയിട്ടുള്ള യുറീത്രയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടുന്തോറും ഇത്തരത്തിൽ BPH വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു US സ്റ്റഡി പ്രകാരം BPH ഏഷ്യനിൽ കുറവാണ് കമ്പയർഡ് ടു വൈറ്റ് മെന്നിലാണ് കൂടുതലായിട്ടും കാണപ്പെടാറ് എന്നുള്ളൊരു സ്റ്റഡിയും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കൽ എക്സസൈസും കൂടുതലുള്ളവർക്ക് BPHന്റെ സാധ്യത വരാൻ കുറവാണ്. എന്ന് വെച്ചാൽ എക്സസൈസ് കുറവുള്ളവരിൽ കൂടുതലായിട്ടും BPH കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡയറ്റ് ഫ്രീക്വന്റ് ആയിട്ട് സീരിയൽസ്, ബ്രെഡ്, എഗ്സ്, പൗൾട്രി തുടങ്ങിയവ BPH വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഹോർമോണൽ ആക്ഷൻ പരിശോധിക്കണമെങ്കിൽ ഹൈപ്പോതലാമസ് ലൂട്ടറൈസ് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ, റിലീസ് ഓഫ് LH ഫ്രം ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി, ലൈഡിംഗ് സെൽസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. അതൊരു ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രോസ്റ്റേറ്റിൽ എത്തുകയും 6 ആൽഫ റിഡക്റ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഇവിടെ ഞാൻ അതിന്റെ പത്തോജെനിസിസ്, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ പത്തോജെനിസിസ് ഒരു ഫ്ലോ ചാർട്ട് രൂപേണ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആൻഡ്രജൻ റിസപ്റ്റർ ഓൺ സ്ട്രോമൽ ആൻഡ് എപ്പിത്തീലിയൽ സെൽസ്, ഞാൻ പറഞ്ഞ സ്ട്രോമൽ ആൻഡ് എപ്പിത്തീലിയൽ സെൽസിന്റെ ആ ഒരു ലെയറിലാണ് ഇത്തരത്തിൽ BPH വരുന്നത്. അവിടെ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ പ്രസൻസ് കാരണം there will be a proliferation of stromal cells and reduced apoptosis of epithelial cells. അങ്ങനെ അത് ഹൈപ്പർട്രോഫിയുടെ ആ സെൽസ് ഹൈപ്പർട്രോഫി ആവാനും അത്തരത്തിൽ യുറീത്രയെ കംപ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് BPHൽ നമുക്ക് കാണപ്പെടാറുള്ളത്. BPH യൂഷ്വലി ഉണ്ടാകുന്ന മീഡിയൻ ആൻഡ് ലാറ്ററൽ ലോബ്സ് അല്ലെങ്കിൽ അതിൽ മീഡിയൽ ആൻഡ് ലാറ്ററൽ ലോബ്സിലാണ് കാണപ്പെടുന്നത്. അതിൽ തന്നെ അഡിനോമാറ്റസ് സോൺ ഓഫ് ദ പ്രോസ്റ്റേറ്റ്, അവിടെ മീഡിയൻ ലോബ് എൻലാർജസ് ഇൻ ടു ദ ബ്ലാഡർ. മീഡിയൻ ലോബ് എൻലാർജ് ചെയ്യുന്ന സമയത്ത് ബ്ലാഡറിനെ കംപ്രസ് ചെയ്യും.
ലാറ്ററൽ ലോബ് എൻലാർജ് ചെയ്യുന്ന സമയത്ത് യുറീത്രൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിൻ ഓയിടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുറീത്രയുടെ എൻകാപ്സുലേറ്റഡ് ആയിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അത് ഇൻഫ്ലമേറ്റഡ് ആകുമ്പോഴാണ് BPH ആവുന്നത്. ഇത്തരത്തിൽ ഇൻഫ്ലമേറ്റഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് കാരണം യുറീത്രൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റിന്റെ മീഡിയൻ ലോബും ലാറ്ററൽ ലോബും ഇവ കംപ്രസ് ചെയ്യുന്നത് വഴി ബ്ലാഡറിനെയും അതുപോലെ തന്നെ യുറീത്രയും കംപ്രസ് ചെയ്യുകയാണ് ഇത്തരത്തിൽ BPH കാരണമുള്ള സിംറ്റംസ് പ്രൈമറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ യൂറിൻ പോകുന്ന സമയത്തുള്ള സിംറ്റംസ് ആണ്. യൂറിൻ ഹെസിറ്റൻസി ഉണ്ടാകുക, അതിന്റെ ഫ്ലോ തടസ്സപ്പെടുക, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അധികം സ്ട്രെയിൻ ചെയ്യുക, അതുപോലെ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഡ്രിബ്ലിംഗ് ഉണ്ടാകുക, അത്തരത്തിൽ ബ്ലാഡർ എംപ്റ്റിങ് ഇല്ലായിരിക്കുക, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംതൃപ്തി ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുക, അത്തരത്തിലുള്ള സിംറ്റംസ് ആണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, രാത്രി കാലങ്ങളിൽ യൂറിനേറ്റ് ചെയ്യുക, അതുപോലെ അർജൻസി ഉണ്ടാകുക, ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് യൂറിനേറ്റ് ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള BPH നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിലെ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂറിൻ മൈക്രോസ്കോപ്പിയും കൾച്ചറൽ എക്സാമിനേഷൻ വഴി നമുക്ക് ഇൻഫ്ലെയിം ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. UST എന്തെങ്കിലും പ്രസൻസ് ഓഫ് ഇനി റെസിഡുവൽ യൂറിൻ ബ്ലാഡറിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി UST നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ട്രാൻസ്ലെറ്റൽ അൾട്രാസൗണ്ട് നമുക്ക് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും CA പ്രോസ്റ്റാറ്റ് ഉണ്ടോ, ക്യാൻസറസ് ആണോ അതോ ബിനൈൻ ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ PSA ടെസ്റ്റ് നമുക്ക് നടത്താം. ആസിഡ് ഫോസ്ഫറ്റേസ്, ബ്ലഡ് യൂറിയ, സെറം ക്രിയാറ്റിൻ എന്നീ ടെസ്റ്റുകൾ വഴിയാണ് നമ്മൾ BPH അത് കൺഫേം ചെയ്യുന്നത്. നമ്മൾ PSA ചെക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുകയുണ്ടായി. PSA എന്ന് പറയുന്നത് ഒരു പ്രോസ്റ്റാറ്റ് സ്പെസിഫിക് ആന്റിജൻ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോസ്റ്റാറ്റിന്റെ എപ്പിത്തീലിയത്തിൽ നിന്നാണ്. ഇത്തരത്തിൽ PSA പ്രോസ്റ്റാറ്റ് സ്പെസിഫിക് ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 4 നാനോഗ്രാം പെർ മില്ലിലിറ്റർ ആണ് ഇതിന്റെ നോർമൽ വാല്യൂ. ഇത് 10 നാനോഗ്രാം പെർ മില്ലിലിറ്ററിൽ പോകുമ്പോഴാണ് CA ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. അത് ഡയഗ്നോസ് കൺഫേം ചെയ്യുന്നത് 35 ml മുകളിലാണ് നമ്മൾ ഇത്തരത്തിൽ കൺഫേം ചെയ്യുന്നത്. ഈ ഇത്തരത്തിൽ PSA എലിവേഷൻ കാർസിനോമയിൽ മാത്രമല്ല ഹൈപ്പർപ്ലേഷ്യയിലും പ്രോസ്റ്റേറ്റൈസിലും നമുക്ക് ഇത്തരത്തിൽ PSAയുടെ വാല്യൂ ഇൻവെസ്റ്റിഗേഷനിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ 50 മുകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ പ്രോസ്റ്റാറ്റിന്റെ ബയോപ്സി വഴി നമുക്ക് അത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ PSA കൂടുന്നത് കാർസിനോമയിൽ മാത്രമല്ല, ഇത്തരത്തിൽ ഹൈപ്പർപ്ലേഷ്യയുടെ സമയത്തും പ്രോസ്റ്റാറ്റൈസിന്റെ സമയത്തും ഇത്തരത്തിൽ PSAയുടെ വാല്യൂ കൂടാറുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ടും നമ്മൾ ബയോപ്സി എടുക്കുക. അതുപോലെ ആസിഡ് ഫോസ്ഫറ്റേസ് നമ്മൾ നോർമലായിട്ട് യൂറിൻ കൾച്ചർ പറഞ്ഞു, അതിന്റെ UST പറഞ്ഞു, ഇത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഈ സിംറ്റംസ് വെച്ചില്ല, ഓയിഡിങ്ങിന്റെ സിംറ്റംസ്, അതുപോലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള മിക്സ്ചറേഷൻ, അതുപോലെ തന്നെ യൂറിൻ അവിടെ സ്റ്റോർഡ് ആയിട്ടിരിക്കുക, ഇൻഎഫക്ച്വൽ അർജിങ്, ഇത്തരത്തിലുള്ള സിംറ്റംസ് വഴി നമ്മൾ പലതരത്തിലുള്ള യൂറിൻ ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ടും BPHന്റെ സമയത്ത് PSAയും അതുപോലെ തന്നെ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്, അവ പ്രോസ്റ്റേറ്റ് ആണ് ഇത്തരത്തിൽ ആസിഡ് ഫോസ്ഫറ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്. കാരണം നമ്മൾ ഫുഡ് കഴിച്ചതിന് സമയത്ത് സ്റ്റൊമക്ക് നമ്മളിത് എംപ്റ്റി ആവുന്നതിന് മുമ്പേ ആണെങ്കിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ആസിഡ് ഫോസ്ഫറ്റേസിന്റെ അളവ് കൂടുന്നത് CAയിലും മെറ്റാസ്റ്റാസിസുമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻസ് വഴി ഞാനിപ്പോ ജസ്റ്റ് റഫായിട്ട് എന്താണ് പ്രോസ്റ്റേറ്റ്, അതിന്റെ ലോബ്സിനെ പറ്റി പറഞ്ഞു, അതിന്റെ എൻലാർജ്മെന്റ്, അതിന്റെ ക്ലിനിക്കൽ സിംറ്റംസ്, അതുപോലെ തന്നെ യൂറിൻ ഓയിഡ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും ബ്ലാഡറിലുള്ള സമയത്തുമുള്ള അതിന്റെ സിംറ്റംസ് പറഞ്ഞു. പിന്നെ എന്തൊക്കെ ടെസ്റ്റ് നമുക്ക് വഴി ഡയഗ്നോസ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്താണെന്ന് നോക്കിയാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അതും ഓൾഡ് ഏജിലാണ് കൂടുതലായിട്ടും വരാറുള്ളത്. ലിംഫ് നോഡ്സും ഇത്തരത്തിലുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ഹാർഡ് നോഡ്യൂൾസ്
ഉണ്ടാകാറുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ. ഇത്തരത്തിൽ അതുപോലെ തന്നെയാണ് പ്രോസ്റ്റാറ്റൈറ്റിസും സമയത്ത് പേഷ്യന്റിൽ ഫീവർ, ബേണിംഗ് സെൻസേഷൻ, ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി, ഫുൾ ആൻഡ് വജൈനൽ ഡിസ്ചാർജ്, റെക്ടൽ എക്സാമിനേഷൻ ടെൻഡർ ആയിരിക്കും, പ്രോസ്റ്റേറ്റ് എൻലാർജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് എല്ലാം ഇത് ക്ലോസ് ലൈനായിട്ട് വരുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലൂടെ കൃത്യമായിട്ട് നമ്മൾ BPH ആണെന്ന് കൺഫേം ചെയ്യുക. അതുപോലെ UTI വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ഇൻക്രീസ്ഡ് ആയിട്ടും അർജൻസി, ഡിസ്യൂറിയ, ഹെമസ്യൂറിയ, പൈയൂറിയ, പസ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. CA ബ്ലാഡർ, പെയിൻലെസ് ആയിട്ടുള്ള ഹെമസ്യൂറിയ, ബ്ലഡ് കണ്ടെയ്ൻഡ് യൂറിൻ അതിലുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അർജൻസി, ബേണിംഗ് സെൻസേഷൻ, പെൽവിസ് റീജിയനിലുള്ള പെയിൻ, ഇവയൊക്കെ CA ബ്ലാഡറിന്റെയും സിംറ്റംസ് ആയിരിക്കാം. യുറീത്രൽ സ്ട്രിക്ചർ, അത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള റപ്ചർ ഓഫ് മെംബ്രൈനിസ് യുറീത്രയുടെ പെൽവിക് ഫ്രാക്ചർ കാരണം അവിടെ ഉണ്ടാകുന്ന മെംബ്രൈനിസ് റപ്ചർ കാരണവും ഡിമിനിഷ്ഡ് യൂറിൻ ഫ്ലോ ഒക്കെ ഉണ്ടായിക്കൊണ്ട് യുറീത്രൽ സ്ട്രിക്ചർ ഉണ്ട്. അങ്ങനെ ക്ലോസ് റണ്ണിങ് ആയിട്ട് ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റൈറ്റിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ബ്ലാഡർ CA, യുറീത്രൽ സ്ട്രിക്ചർ, ഇവയൊക്കെ നമുക്ക് ഇതിന് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് BPH പറയാൻ സാധിക്കും. ഇത്തരത്തിൽ BPH ഒരു ജനറൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അർജുണ്ടാവുന്ന സമയത്ത് മാത്രം, യൂറിന് അർജുണ്ടാവുന്ന സമയത്ത് മാത്രം യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ ടൊബാക്കോ, ആൽക്കഹോൾ, കഫീൻ, ഇവയൊക്കെ എസ്പെഷ്യലി ഡിന്നറിന് ശേഷമൊക്കെ അർദ്ധരാത്രിയൊക്കെ കൂടുതലായി ഇത്തരത്തില് ടൊബാക്കോ, ആൽക്കഹോൾ ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് വഴിയും ഇത്തരത്തിലുള്ള BPH വരാനുള്ള സാധ്യത കൂടുതൽ. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഒരു ഡോക്ടർ എന്ന രീതിയിൽ പേഷ്യന്റിനോട് നമുക്ക് മാനേജ്മെന്റ് പറയാം. അതുപോലെ തന്നെ വൺ ടൈം തന്നെ കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക്, ഇപ്പോൾ നമ്മൾ വാട്ടർ ഇൻടേക്ക് ആയാലും പല പേഷ്യൻസും BPH ആയിട്ടുള്ളവരൊക്കെ രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നതാണ്. കാരണം ഒരു സമയത്ത് തന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്ന ഇത്തരത്തിലുള്ള BPH ഉണ്ടാകുന്ന പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുപോലെ അവോയ്ഡ് ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് വിത്ത് ബെഡ് ടൈമിന് ഒരു 2 മണിക്കൂർ മുമ്പ് വരെ നമ്മൾ ബെഡ് കിടക്കുന്നതിന് മുന്നേ കൂടുതൽ വെള്ളം കുടിക്കാതിരിക്കാൻ പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാം. പിന്നെ ഉള്ളത് സർജിക്കൽ മാനേജ്മെന്റ് ആണ്. സർജിക്കൽ മാനേജ്മെന്റിൽ ഇത്തരത്തിൽ ട്രാൻസ്യൂറീത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ടുള്ള സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ BPH ഉള്ള പേഷ്യൻസിൽ ട്രാൻസ്യൂറീത്രൽ റിസെക്ഷൻ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സർജിക്കൽ മെത്തേഡ്സും ഇതിന്റെ മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഹോമിയോപ്പതി മെഡിസിൻസ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് വഴി കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റും കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും വഴി കൃത്യമായിട്ടുള്ള മാനേജ്മെന്റും വഴി നമുക്ക് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫിയെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സിവിയർ കേസിൽ ഇത്തരത്തിൽ സർജറി, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷനിലൂടെ ഈ BPH കടന്നു പോകാറുണ്ട്. ഇതിന്റെ BPHന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി, ബ്ലാഡർ ഹൈപ്പർട്രോഫി, ട്രബക്കുലേഷൻ, ഡൈവർട്ടിക്കുലർ ഫോർമേഷൻ, ഹൈഡ്രോയൂറീത്തർ, ഹൈഡ്രോനെഫ്രോസിസ്, ലിത്തിയാസിസ്, സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു ഓർഗൻസിലേക്ക് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ പലതരത്തിലും ഈ BPH മാറാറുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ചെയ്താൽ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഇത്ര സമയം ചെറുതായിട്ട് വളരെ ബ്രീഫായിട്ട് എന്താണ് പ്രോസ്റ്റേറ്റിന്റെ സ്ട്രക്ചർ, പ്രോസ്റ്റേറ്റിന്റെ ലോബ്സിന്റെ കാര്യവും അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വളരെ ഷോർട്ടായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ പേഷ്യൻസിന് ഹോമിയോപ്പതി പ്രോപ്പർ ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെ, പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെപ്പട്രൈസേഷൻ വഴി ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു എഫക്റ്റ് ഉണ്ടാകും. അതിലൊരു തെറാപ്യൂട്ടിക് ഭാഗമാണ് ഞാൻ കൂടുതലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലെ റെപ്പട്രൈസേഷന്റെ ഒക്കെ ബോറക്കിന്റെ ഹൈപ്പർട്രോഫി എന്ന റൂബ്രിക്കും, കെന്റിന്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്, അതുപോലെ ബോറിക്ക് യൂറിനറി ഫ്ലോ ഫ്രീക്വന്റ്, ബോറിക് യൂറിനറി ഫ്ലോ നൈറ്റ്, കെന്റ് ബ്ലാഡർ ഇൻവോളണ്ടറി, കെന്റ് അർജിങ് ടു യൂറിനേറ്റ്. ഇത്തരത്തിലുള്ള റൂബ്രിക്സും സബ് റൂബ്രിക്സും വഴി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് എത്താനായിട്ട് സാധിക്കും.
അതിന്റെ സിന്തസിസിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റെപ്പറ്റൈസേഷൻ വഴി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഹോമിയോപ്പതിക് മെഡിസിനും അതിന്റെ സിംറ്റംസുമാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹലോ സാറേ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഒന്നാമതായി അക്കോണൈറ്റൻ നാപ്പിലസ്. അക്കോണൈറ്റൻ നാപ്പിലസ് യൂറിൻ സ്കാൻഡി, റെഡ്, ഹോട്ട്, പെയിൻഫുൾ, ഇത്തരത്തിൽ റെഡ് ആയിട്ടുള്ള ഹോട്ട് പെയിൻഫുൾ ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും അക്കോണൈറ്റൻ നാപ്പിലസിനുള്ളത്. അതുപോലെ ബേണിംഗ് അറ്റ് ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ, ബേണിംഗ് ഇൻ യുറീത്ര, യൂറിൻ സപ്രസ്ഡ് ബ്ലഡ്, ഇത്തരത്തിലുള്ള ഹെമച്യൂറിയ സിംറ്റംസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് അക്കോണൈറ്റൻ നാപ്പിലസ്. അല്ല, അത്തരത്തിൽ ആൻസൈറ്റി ഉള്ള പേഷ്യൻസ്, ആൻസൈറ്റി ആൾവേസ് ഓൺ ബിഗിനിങ് ടു യൂറിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ആൻസൈറ്റി ഉള്ള പേഷ്യൻസ്, അതുപോലെ റിട്ടൻഷൻ വിത്ത് സ്ക്രീമിങ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്, ഹാൻഡ്ലിംഗ് ഓഫ് ജെനൈറ്റാലിയ, പ്രൊഫ്യൂസ് യൂറിനേഷൻ, കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നവർ, യൂറിനേഷൻ വിത്ത് പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ഉള്ളവരിലൊക്കെ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ അക്കോണൈറ്റൻ നാപ്പിലസ് കവർ ചെയ്യും. രണ്ടാമതായിട്ട് അലുമിന. അലുമിനയുടെ യൂറിനിൽ മസിൽസ് ഓഫ് ബ്ലാഡർ പെരറ്റിക് മസ്റ്റ് സ്ട്രെയിൻ അറ്റ് സ്റ്റൂൾ ഇൻ ഓർഡർ ടു യൂറിനേറ്റ്, പെയിൻ ഇൻ കിഡ്നീസ് വിത്ത് മെന്റൽ കൺഫ്യൂഷൻ, ഫ്രീക്വന്റ് ഡിസയർ ടു യൂറിനേറ്റ് ഇൻ ഓൾഡ് പീപ്പിൾ, ഡിഫിക്കൽട്ട് സ്റ്റാർട്ടിങ്ങിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ ഡിസയർ ഉള്ള ഓൾഡ് പീപ്പിളിലാണ് അത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ള ആണ് അലുമിന കവർ ആകുന്നത്. ബെല്ലഡോണ. ബെല്ലഡോണ യൂറിൻ റിട്ടൻഷൻ, അക്യൂട്ട് യൂറിനറി ഇൻഫെക്ഷൻസ്, അക്യൂട്ട് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ്, സെക്കൻഡറി ഓഫ് സെൻസേഷൻ ഓഫ് മോഷൻ ഇൻ ബ്ലാഡർ ആസ് ഓഫ് വേം, ഒരു വേമിന്റെ ഒരു അനങ്ങുന്ന പോലത്തെ ഒരു സെൻസേഷൻ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുക. യൂറിൻ സ്കാൻഡി വിത്ത് ടെനസ്മസ്, ഡാർക്ക് ആൻഡ് ടർബിഡ്, ലോഡഡ് വിത്ത് ഫോസ്ഫേറ്റ്സ്, വെസിക്കൽ റീജിയൻ സെൻസിറ്റീവ്, ഇൻകോണ്ടിനൻസ്, കണ്ടിന്യൂസ് ഡ്രോപ്പിംഗ്, frequent and profuse urination, hematuria where no pathological condition can be found, prostatic hypertrophy. ഇത്തരത്തിലുള്ള ബെല്ലഡോണയും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അക്യൂട്ട് ഇൻഫ്ലമേറ്ററി സിറ്റുവേഷനിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിക്കുള്ള ഒരു മെഡിസിനാണ് ബെല്ലഡോണ. അതുപോലെ ബെറിബ്രസ് വൾഗാരിസ്, യൂറിനറി ബേണിംഗ് പെയിൻസ്, സെൻസേഷൻ as if some urine remained after യൂറിനേറ്റ് ചെയ്തതിന് ശേഷവും യൂറിൻ അവിടെ ഉണ്ടെന്നുള്ള ഒരു സെൻസേഷൻ, അത് ബെറിബ്രസ് വൾഗാരിസിന്റെ ഒരു സിംറ്റം ആണ്. യൂറിൻ വിത്ത് തിക് മ്യൂക്കസ് ആൻഡ് ബ്രൈറ്റ് റെഡ്, മീലി സെഡിമെന്റ്, ബബ്ലിംഗ്, സോർ സെൻസേഷൻ ഇൻ ദ കിഡ്നീസിലൊക്കെ ഒരു സോർ ആയിട്ടുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകുക. പിന്നെ ബ്ലാഡർ റീജിയനിലൊക്കെ പെയിൻ ഉണ്ടാകുക. അതുപോലെ തൈസിലും ലോയിൻസിലും ഒക്കെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാകുക. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ, യുറീത്ര ബേണിംഗ് ഉണ്ടാകുക. യൂറിനേറ്റ് ചെയ്യാത്ത സമയത്തും നോട്ട് യൂറിനേറ്റിംഗ് ഉള്ള സമയത്തും അവിടെ ബേണിംഗ് പെയിൻ ഉണ്ടാവും. ഒക്കെ ബെറിബ്രസ് വൾഗാരിസിന്റെ സിംറ്റം ആണ്. BPS ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. അതുപോലെ തന്നെ കാന്താരിസിലെ യൂറിൻ ഇൻടോളറബിൾ അർജിങ് ആയിരിക്കും. നെഫ്രൈറ്റിസ് വിത്ത് ബ്ലഡി യൂറിൻ, ഹെമച്യൂരിയെ കവർ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. വയലന്റ് പാരോക്സിസം ഓഫ് കട്ടിംഗ് ആൻഡ് ബേണിംഗ് ഇൻ ഹോൾ റീനൽ റീജിയൻ വിത്ത് പെയിൻഫുൾ അർജിങ് ടു യൂറിനേറ്റ്, ബ്ലഡി യൂറിൻ ബൈ ഡ്രോപ്സ്. അതുപോലെ തന്നെ ഇൻട്രോളബറ്റമസസ്, കട്ടിംഗ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ, യൂറിനേറ്റ് ചെയ്യുന്ന മുമ്പും യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തും ആഫ്റ്റർ യൂറിനേഷന്റെ സമയത്തും ഒരു കട്ടിംഗ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാകുക. അതുപോലെ തന്നെ പാസ് ബൈ ഡ്രോപ്പ് കോൺസ്റ്റന്റ് ഡിസയർ യൂറിൻ, കോൺസ്റ്റന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസയർ ഉണ്ടാകുക. അതുപോലെ മെംബ്രൈനസ് സ്കെയിൽസ് ലുക്കിംഗ് ലൈക്ക് ബ്രെയിൻ ദ വാട്ടർ, യൂറിൻ ഒരു ജെല്ലി ലൈക്ക് സെഡിമെന്റ് ഉണ്ടാകുക. ഇവയൊക്കെ കാന്താരിസിന്റെ സിംറ്റംസ് ആണ്. ഇക്വസെറ്റം ഹൈമേൽ, urinary severe dull pain and feeling of fullness in bladder, not relieving by urinating, frequent urging with a severe pain at the close of the urination. Equisetum closing ടൈമിലാണ് പെയിൻ, യൂറിനേഷന്റെ ക്ലോസിംഗ് ടൈമിലാണ് സിവിയർ ആയിട്ടുള്ള പെയിൻ. എന്നാൽ കാന്താരിസിലെ ഒരു കട്ടിംഗ് ആൻഡ് ബേണിംഗ് പെയിന് റീനൽ റീജിയനിൽ മൊത്തം ഉണ്ടാവും. അത് കട്ടിംഗ് പെയിൻ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ, 3 സമയത്തും കാന്താരിസിന് ഉണ്ടാകും. എന്നാൽ ഇക്വസെറ്റമിലെ ക്ലോസിംഗ് സിവിയർ പെയിൻ അറ്റ് ദ ക്ലോസ് ഓഫ് ദി യൂറിനേഷൻ.
and a severe dull pain and feeling of fullness in the bladder not relieving by urinating. Urinate ചെയ്താലും റിലീവ് ചെയ്യാത്ത ഒരു fullness of the bladder ആണ് ഇക്വസിറ്റം ഹൈമ എന്നുള്ളത്. Urine flows only by drop by drop. Sharp burning cutting pain in the urethra while urinating. Urinate ചെയ്യുന്ന സമയത്ത് ഒരു ഷാർപ്പ് ബേണിംഗ് കട്ടിംഗ് പെയിൻ ഉണ്ടാവും യുറീത്രയിൽ. Incontinent children with the dreams of nightmares, passing. Calcium carbonicum. Urine obliged to rise several times at night. നൈറ്റില് several times urinate ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുക. ബ്ലാഡറിൽ പ്രഷർ ഉണ്ടാകുക. യൂറിൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രഷർ ഉണ്ടാവുക. ഇൻവോളണ്ടറി യൂറിനേഷൻ, കഫിംഗ്, സ്നീസിങ്ങിന്റെ ഒക്കെ സമയത്ത് യൂറിനേഷൻ ഉണ്ടാകുക. ഇതൊക്കെ കാലിയം കാർബോണിക്കത്തിന്റെ സിംറ്റംസ് ആണ്. ക്രിയോസോട്ടം. Offensive, violent itching of vulva and vagina, or some urinating. Can urinate only when lying. Cannot get out of bed quickly enough during first sleep. Dreams of urinating. Enuresis in the first part of the night. Must hurry when desire comes to urinate. ഒഫൻസീവ് ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാവും ക്രിയോസോട്ടത്തിൽ. അതുപോലെ തന്നെ ക്യാൻ യൂറിനേറ്റ് ഓൺലി വെൻ ലൈങ്, കിടന്ന സമയത്ത് മാത്രം. അതുപോലെ തന്നെ നെക്സോമിക്ക യൂറിൻ ഇറിറ്റബിൾ ബ്ലാഡർ, ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ യൂറിൻ ലിറ്റിലായിട്ടും വളരെ ഓഫൺ ആയിട്ട് മാത്രമേ പോകാറുള്ളൂ. ഹെമക്സ്യൂരിയ ഉണ്ടാവും. ഇൻഎഫക്ച്വൽ ആയിട്ടുള്ള അർജിങ് ആയിരിക്കും. ഇൻഎഫക്ച്വൽ ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് യൂറിൻ പോകണമെന്നില്ല, ഇൻഎഫക്ച്വൽ ആയിട്ടുള്ള അർജിങ് ഉണ്ടായിരിക്കും. യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് യുറീത്രയിൽ ഇച്ചിങ്ങും നെക്ക് ഓഫ് ദ ബ്ലാഡറിൽ പെയിനും ഒക്കെ ഉണ്ടാവുന്നതാണ് നെക്സോമിക്ക. അതുപോലെ തന്നെ പൾസാറ്റില യൂറിൻ ഇൻക്രീസ്ഡ് ഡിസയർ, വോൾസ് ഫ്രം ലൈങ് ഡൗൺ. ഭയങ്കരമായിട്ടുള്ള ഡിസയർ ആയിരിക്കും. ലൈങ് ഡൗണിന്റെ സമയത്ത് വോൾസ് ആയിരിക്കും. അതുപോലെ ബേണിംഗ് ഉണ്ടാവും. ബേണിംഗ് സെൻസേഷൻ പൾസാറിലെ ഒരു സിംറ്റം ആണ്. ബേണിംഗ് ഇൻ ദ ഓറിഫേസ് ഓഫ് യുറീത്ര ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മിക്ചറേഷൻ. മിക്ചറേഷന്റെ സമയത്തും മിക്ചറേഷൻ കഴിയുന്ന സമയത്തും ബേണിംഗ് പൾസാറിലെ ഒരു സിംറ്റം ആണ്. അതുപോലെ തന്നെ ഇൻവോളണ്ടറി മിക്ചറേഷൻ, നൈറ്റ് കഫിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റസ് പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇൻവോളണ്ടറി ആയിട്ടുള്ള മിക്ചറേഷൻ ഒക്കെ പൾസാറിലെ സിംറ്റം ആണ്. Acid phosphoricum, urine frequent, profuse, watery, milky. Micturition preceded by anxiety followed by burning. Frequent urination at night. Nightile frequent ആയിട്ടുള്ള urination ഒക്കെ ആസിഡ് ഫോസിന്റെ സിംറ്റം ആണ്. Staphysagria. Urinary pressure upon the bladder, feels as if it did not empty. Sensation of a drop of urine were rolling continuously along the channel. Burning in urethra during maturation. During maturation സമയത്തുള്ളതാണ് സ്റ്റഫിസാഗ്രിയയുടെ സിംറ്റം എന്ന് പറയുന്നത്. അതിൽ പ്രോസ്റ്റാറ്റ് ട്രബിൾ, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, ബേണിംഗ് ഉണ്ടാവുക യൂറീത്രയില്. യൂറിനേറ്റ് ചെയ്യാത്ത സമയത്ത് തൂജ, സബാൽസെല്ലയില, ഫെറം പിക്രിക്കും, ഇതിലൊക്കെ പറയുന്ന സിംറ്റംസ് ആണ്, സെയിം ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ബേണിംഗ് ഇൻ യൂറീത്ര വെൻ നോട്ട് യൂറിനേറ്റ്. യൂറിനേറ്റ് ചെയ്യാത്ത സമയത്ത് യൂറീത്രയിൽ ബേണിംഗ് ഉണ്ടാവും. സ്റ്റഫിസാഗ്രിയയുടെ ഒരു സിംറ്റം ആണ്. സൾഫർ, ഫ്രീക്വന്റ് ആയിട്ടുള്ള മിക്ചറേഷൻ സൾഫറിന്റെ സിംറ്റം ആണ്. എസ്പെഷ്യലി നൈറ്റ് എന്യൂറസിസ്. ബേണിംഗ് ഇൻ യുറീത്ര ഡ്യൂറിംഗ് മെച്ചുറേഷൻ. മെച്ചുറേഷന്റെ സമയത്ത് ബേണിംഗ് ഉണ്ടാവുക. ലാസ്റ്റ് ലോങ് ആഫ്റ്റർ മ്യൂക്കസ് ആൻഡ് പസ് ഇൻ യൂറിൻ. പാസ് സോർ ഓവർ ഇറ്റ് പാസസ്. മസ്റ്റ് ഹറി സഡൻ കാൾട്ട് യൂറിൻ. പെട്ടെന്ന് സഡൻ അർജ് ഉണ്ടാവുക. ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് കളർലെസ് യൂറിൻ. അപ്പൊ അറ്റ് എ ടൈം കളർലെസ് ആയിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ ഉണ്ടാവുക. ഉവാവുർസി ഫ്രീക്വന്റ് ആയിട്ടുള്ള അർജിങ് ഉണ്ടാവുക. ബ്ലാഡറിൽ സ്പാസം ഉണ്ടാവുക. ബേണിംഗ് ആൻഡ് ടിയറിംഗ് പെയിൻ. യൂറിൻ കണ്ടെയ്ൻസ് ബ്ലഡ്, പസ് ആൻഡ് ടെനേഷ്യസ് മ്യൂക്കസ്, ദി ക്ലോട്ട്സ് ഇൻ ലാർജ് മാസസ്. ഇൻവോളണ്ടറി ആയിട്ടുള്ള ഗ്രീൻ യൂറിൻ. ഉവാവുർസിയുടെ സിംറ്റമാണ് ഇൻവോളണ്ടറി ആയിട്ട് ഗ്രീൻ യൂറിൻ. പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്യൂറിയ. ബേണിംഗ് ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഓഫ് സ്ലിമി യൂറിൻ. കോസ്റ്റിക്കത്തിൽ യൂറിൻ ഇൻവോളണ്ടറി ഇവൻ കഫിംഗ്, സ്നീസിങ്. പൾസാറിലേക്ക് ഉള്ളതുപോലത്തെയാണ്. ഇൻവോളണ്ടറി ആയിട്ട് യൂറിൻ പോവുക. എക്സ്പെൽഡ് വെരി സ്ലോലി ആൻഡ് സംടൈംസ് റീറ്റെയിൻഡ്. ഇൻവോളണ്ടറി ഡ്യൂറിംഗ് ഫസ്റ്റ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ആൾസോ ഫ്രം സ്ലൈറ്റസ്റ്റ് എക്സൈറ്റ്മെന്റ്. റിട്ടൻഷൻ ആഫ്റ്റർ സർജിക്കൽ ഓപ്പറേഷൻ. ലോസ് ഓഫ് സെൻസിബിലിറ്റി ഓൺ പാസിംഗ് യൂറിൻ.
Clematis erecta, urinary tingling in urethra lasting sometime after urinating, frequent scanty urination, burning at the orifice, interrupted flow. Clematis erectയുടെ സിംറ്റം ഇന്ററപ്റ്റഡ് ഫ്ലോ, നല്ല ഫ്ലോയിൽ പോവാതെ ഇന്ററപ്റ്റ് ഇടയ്ക്ക് വിട്ട് അങ്ങനത്തുള്ള യൂറിനേഷൻ ആണ്. യുറീത്ര ഫീൽസ് കൺസ്ട്രിക്റ്റഡ്, ഒരു കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ്, നോർമൽ ഫ്ലോ നടക്കാതെ ഒരു കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ആയിരിക്കും ക്ലിമാറ്റിസ് എറക്റ്റയ്ക്ക് ഉണ്ടാകുക. യൂറിൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, ഇനേബിലിറ്റി ടു പാസ് ആൾ ദ യൂറിൻ, ഡ്രിബിളിംഗ് ആഫ്റ്റർ യൂറിനേഷൻ, യൂറിനേറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു ഡ്രിബിളിംഗ് ഉണ്ടാകുക, അതുപോലെ തന്നെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് യൂറിനേറ്റ് പോവുക. ഇതൊക്കെ ക്ലിമാറ്റിസ് എറക്റ്റയുടെ സിംറ്റംസ് ആണ്. Conium, urine much difficulty in ordinary, it is flows and stops again, interrupted discharge, dribbling in ointment. Gelsemium, യൂറിന് പ്രൊഫ്യൂസ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വാട്ടറി യൂറിൻ ആണ് ജെൽസീമിയത്തിനുള്ളത്, വിത്ത് ചിൽനെസ് ആൻഡ് ട്രെമലസ്, ഡിസ്യൂരിയ, പാർഷ്യൽ പാരാലിസിസ് ഓഫ് ബ്ലാഡർ, ഫ്ലോ ഇന്റർമിറ്റന്റ്. ഹെപ്പാർസൾഫ്, യൂറിൻ വളരെ സ്ലോ ആയിട്ട്, ഹെപ്പാർസൾഫ് വളരെ സ്ലോ ആയിട്ടുള്ള ഓയിനിങ് ഓഫ് യൂറിൻ ആണ്, വിത്തൗട്ട് ഫോഴ്സ്, ഡ്രോപ്സ് വെർട്ടിക്കലി, ബ്ലാഡർ വീക്ക്, സീൻ സർഫേസ് ആൾവേസ്. അപ്പൊ എപ്പോഴും യൂറിന് റീറ്റൈൻഡ് ആയിട്ട് ആ ബ്ലാഡറിനകത്ത് യൂറിൻ ഇനിയും ഉണ്ടെന്നുള്ള അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണുള്ളത്. സെബാൽസൊറിലേറ്റ, യൂറിനറി കോൺസ്റ്റന്റ് ഡിസൈർ ടു പാസ് വാട്ടർ അറ്റ് നൈറ്റ്, എനുറസിസ്, ഡിഫിക്കൽട്ട് യൂറിനേഷൻ, സിസ്റ്റൈറ്റിസ് വിത്ത് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. ഡിജിറ്റാലിസ്, യൂറിൻ കണ്ടിന്യൂഡ് ആയിട്ടുള്ള അർജിങ് ഉണ്ടാകും, ഡാർക്ക് ആയിട്ടുള്ള ഹോട്ട് ബേണിംഗ് ആയിട്ടുള്ള ഷാർപ്പ് കട്ടിംഗ് പെയിൻ ഉണ്ടായിരിക്കും. നെക്ക് ഓഫ് ദ ബ്ലാഡറിൽ ഒരു ത്രോബിംഗ് പെയിൻ, ഡിജിറ്റാലിസിന്റെ ഒരു സിംറ്റം. ആസ് ഇഫ് എ സ്ട്രോ വാസ് ബീൻ ത്രസ്റ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് വോൾസ് അറ്റ് നൈറ്റ്. യൂറിത്രൈറ്റിസ്, പൈമോസിസ്, full feeling after urination, constriction, burning as if urethra was too small. ലൈക്കോപോഡിയം, ലൈക്കോപോഡിയത്തിലും അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഡിജിറ്റാലിസ് പറഞ്ഞതുപോലെയാണ്. പെയിൻ ഇൻ ബാക്ക് ബിഫോർ യൂറിനേറ്റിംഗ്, സീസസ് ആഫ്റ്റർ ഫ്ലോ, സ്ലോ ഇൻ കമ്മിങ്, മസ്റ്റ് സ്ട്രെയിൻ. അപ്പോ ലൈക്കോപോഡിയത്തിന്റെ യൂറിൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ ചെയ്യണം, മസ്റ്റ് സ്ട്രെയിൻ. പെയിൻ ഇൻ ബാക്ക് ബിഫോർ യൂറിനേറ്റിംഗ്, സീസസ് ആഫ്റ്റർ ഫ്ലോ, ഫ്ലോയിന് ശേഷം ആ പെയിന് കുറയും, അത്തരത്തിലുള്ള സിംറ്റംസ്. പോളിയൂറിയ ഡ്യൂറിംഗ് ദ നൈറ്റ്, ഹെവി റെഡ് സെഡിമെന്റ്, സെഡിമെന്റ്സ്, യൂറിനിലെ സെഡിമെന്റ്സ് ഉണ്ടാവും, പോളിയൂറിയ ഉണ്ടാവും, നൈറ്റിൽ പോളിയൂറിയ ഉണ്ടാവും. ഇതൊക്കെ ലൈക്കോപോഡിയത്തിന്റെ സിംറ്റം ആണ്. ഹൈഡ്രാഞ്ചിയ, ഹൈഡ്രാഞ്ചിയയിലെ യൂറിൻ ബേണിംഗ് ഇൻ ദ യൂറീത്ര ആൻഡ് ഫ്രീക്വന്റ് ഡിസയർ, യൂറിൻ ഹാർഡ് ടു സ്റ്റാർട്ട്, ഹെവി ഡെപ്പോസിറ്റ് ഓഫ് മ്യൂക്കസ്, ഷാർപ്പ് പെയിൻ ഇൻ ദ ലോയിൻസ്, എസ്പെഷ്യലി ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവപ്പെടാറ്. ബേണിംഗ് ആയിട്ടുള്ള യൂറീത്രയിലും ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസയർ ഉണ്ടാകുക, അതുപോലെ ഡെപ്പോസിറ്റ് ഉണ്ടാകുക, തേഴ്സ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകുക, അബ്ഡോമൻസിന്റെ എൻലാർജ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഉണ്ടാകുക, പ്രോസ്റ്റേറ്റ് ഡെപ്പോസിറ്റ് ഓഫ് വൈറ്റ് അമോർഫസ് സാൾട്ട്. ഇതൊക്കെ ഹൈഡ്രാഞ്ചിയയുടെ സിംറ്റംസ് ആണ്. തൂജ, പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ്, urinary stream split and small, sensation of tickling after urination, urination or tickling sensation ഉണ്ടാകുക, severe cutting after frequent micturition, accompanying pains, അതിനോട് accompanying pains ഉണ്ടാകുക. This is sudden and urgent, ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പെയിൻ ഉണ്ടാകുക, ഡിസയർ ഉണ്ടാകുക, പിന്നെ പാരാലിസിസ് ഉണ്ടാകുക, സ്പിൻസിന്. പെരൈര ബ്രാവ, urinary black bloody thick mucus urine, constant urging, great straining, pain down thighs after efforts to urinate, can emit urine only when he goes on his neck, knees, pressing head firmly against the floor. ഇത്തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അർജിങ് ഉണ്ടാവുക, സ്ട്രെയിനിങ് ഉണ്ടാകുക, പെയിൻ ഉണ്ടാകുക, ഇതൊക്കെ പരിയേരിയ ബ്രാവയുടെ സിംറ്റംസ് ആണ്. Oleum, sensation of ball pressing against the urethra, walls when standing. Res aromatica, hematuria and cystitis come within the range of this remedy. Urine incontinence, severe pain at beginning or before urination, constant ഒരു ഡ്രിബിളിംഗ് ഉണ്ടാകുക, അത് റെസ് അരോമാറ്റിക്കയുടെ സിംറ്റം ആണ്. അതുപോലെ തന്നെ തയോസൈനാമിനം, for dissolving scar tissue, tumors, enlarged glands, lupus, strictures, suggestion, hypertrophy process. ഇവയൊക്കെ ഇത്തരത്തിലുള്ള മെഡിസിൻസ്. ഇപ്പൊ ഞാൻ ഒരുപാട് മെഡിസിൻസിന്റെ സിംറ്റംസിനെ പറ്റിയും അതിന്റെ യൂറിനറി സിംറ്റംസ്, ബ്ലാഡർ ഇൻകോണ്ടിനൻസിനെ പറ്റിയൊക്കെ സിംറ്റംസ് BPH ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് മെഡിസിൻസിന്റെ മെയിൻ സിംറ്റംസ് മാത്രം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത സിംറ്റംസ് മാത്രമാണ്
നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. അത്തരത്തിൽ ഉള്ള റെപ്പർട്ടറി ഷീറ്റിന് അങ്ങനെ ഹോമിയോപ്പതി പ്രോസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ, സ്മോൾ ആയിട്ടുള്ള സെഷനിൽ എന്താണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, അതിന്റെ അനാട്ടമിക്കൽ പൊസിഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, വോയിഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ അതിന്റെ ക്ലിനിക്കൽ സിംറ്റംസ് എങ്ങനെയാണ്, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ നടത്തണം, അതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്താണ്, അതിന്റെ ജനറൽ മാനേജ്മെന്റ് എന്താണ്, സർജിക്കൽ മാനേജ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ഹോമിയോപ്പതി ആസ്പെക്റ്റിലെ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ക്ലോസ് റെമഡീസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്തത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ ഇതോടുകൂടി എൻ്റെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ചെറിയ രീതിക്കെങ്കിലും, കാരണം നിങ്ങളെല്ലാം സീനിയർ ഡോക്ടേഴ്സ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അറിവിന്റെ ഒരു ലിമിറ്റിന്റെ അകത്തുനിന്നുള്ള ഒരു ചെറിയൊരു പ്രസന്റേഷൻ ആണ് റെഡിയാക്കിയത്. അതില് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നറിയാം. അപ്പൊ ദയവ് നിങ്ങളത് ക്ഷമിക്കുക. എന്തെങ്കിലും പോയിന്റ്സ് കൂടെ ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് ദഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനൊരു അവസരം തന്ന IFPHന്റെ ഭാരവാഹികളോടും എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അറിഞ്ഞോട് നിർത്തുന്നു. വളരെ ആദ്യം കുറച്ച് ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ വന്നെങ്കിലും പിന്നെ വളരെ നല്ല ഒരു ക്ലാസ്, വളരെ സ്പീഡിൽ പോയി. എന്തായാലും ഡോക്ടർ ആ ഒരു എന്താണ് ടാർഗറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചു. ക്ലാസ് എല്ലാം സമയബന്ധിതമായി തന്നെ തീർന്നു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും പറയാനുള്ളവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് മനോജ് ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ സംസാരിച്ചു. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും ഒരു യങ് ജനറേഷനിലുള്ള ആൾ ഇതിലേക്ക് കടന്നു വരുന്ന നമ്മുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്തുള്ള ഒരു ആവറേജ് ഏജ് നോക്കി 50-60 ആയിരിക്കാം, 60 ആയിരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരു ആവറേജ് ഏജ്. അപ്പൊ അതിനകത്തേക്ക് ചെറുപ്പക്കാരുടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അപ്പൊ ഇതിനകത്ത് സാധനോട് പറയാനുള്ളത്, നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരുപാട് മെഡിസിൻ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ മാത്രം പറഞ്ഞാലേ കേൾക്കുന്നവർ ഓർമ്മിച്ചിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെറ്റീരിയൽ മെഡിക്ക ഒരു എന്താ പറയുക, മാതൃഭാഷയിൽ പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ചിമാഫില്ല പറഞ്ഞു, അല്ലെങ്കിൽ പെരേരെ ബ്രേവ പറഞ്ഞു, അതിന്റെ കീ ആയിട്ടുള്ള ഫീച്ചർ പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മെഡിസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് ബ്ലാഡർ ഫുൾ ആയിരിക്കുന്നത് സെൻസേഷൻ, അത് നോട്ട് അംബുലേഷൻ ബൈ യൂറിനേഷൻ, അതാണ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ മെഡിസിന് പ്രത്യേകത അതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയാൻ കുറച്ച് ശ്രദ്ധിക്കാൻ തോന്നുന്നു. സാധന ഇപ്പൊ ഏത് വിഷയത്തിലാണ് PG ചെയ്യുന്നത്? ഡോക്ടർ സാധന അൺമ്യൂട്ട് ചെയ്യാമോ? പീഡിയാട്രിക്സ്. ഇവിടെ ഐരാവണ്ടത്താണോ? അല്ല സാർ, PG എന്ന വൈറ്റിലാണ് സാർ. വൈറ്റ് മെമ്മോറിയൽ. ഓക്കെ ശരി. ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും ഒന്ന് കാണണം. നിങ്ങളെ എല്ലാവരും കാണട്ടെ. ക്യാമറ പ്രശ്നം വല്ലതും ഉണ്ടോ? യാത്രയിലാണോ? യാത്രയിലാണ് സാർ, യാത്രയിലാണ്. ഓക്കെ. തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. ഇവിടെ വിളപ്പിലാണ് താമസം അല്ലേ? എവിടെ താമസിക്കുന്നത്? തിരുമലയാണ് സാർ, തിരുമല. ഇവിടെ തിരുമല അല്ലേ? നമ്മുടെ ഡിസ്പെൻസറി അടുത്താണെന്ന് ഞാൻ അറിഞ്ഞു, അതാണ് ചോദിച്ചത്. ഓക്കെ. എല്ലാ ആശംസകളും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള പഠിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക. ഒരു 1-2 വർഷം സ്ഥിരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വിദഗ്ധരായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ എന്തുകൊണ്ട് സ്ട്രെസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ശൈല ഡോക്ടറെ ഞാനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി യങ് ആണ്, കുറേ മെമ്മറി ഉണ്ടാവും, സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. അതുപോലെ ഒരു യാത്രക്കിടയിൽ ഇത്രയും വലിയൊരു സബ്ജക്റ്റ് കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത സാജൻ ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം യാത്രക്കിടയിലാണ് എവിടെയോ വണ്ടി നിർത്തി ഇത്രയും പ്രസന്റ് ചെയ്തത്. വളരെ സന്തോഷം. അപ്പൊ ഇനിയും മറ്റു വിഷയങ്ങളുമായി ഡോക്ടർ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടോ?
ഇല്ല, എനിക്ക് ജയലളിത സാധ്യ ഡോക്ടറോട് ഒരു സജഷൻ ഉള്ളത്, എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, അപ്പൊ ഫർദറായിട്ട് പഠിച്ചിട്ട് അത് സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഹോമിയോപ്പതിക്ക് നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കും. ഇപ്പൊ ആൾക്കാരെല്ലാം സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്, എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് സ്പെഷ്യൽ സെന്ററുകളാക്കി മാറ്റിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. കാരണം കഴിഞ്ഞ തലമുറയിൽപ്പെട്ട പലരും അടുത്ത തലമുറയിൽപ്പെട്ട ആൾക്കാരെ ഹോമിയോപ്പതി പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എത്ര പേര് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്ര പോരാ ഒരു തോന്നൽ സ്വയം ഉണ്ടായിട്ടാണ്. അപ്പൊ അത് തിരുത്താൻ സമയമായി. ഞാനത് പറയാൻ കാര്യം, ഞാൻ അയരാവട്ടത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള രണ്ടുപേർ, ഒരാള് ഹെൽത്ത് സർവീസിൽ അഡീഷണൽ ഡയറക്ടറുടെ മകനായിരുന്നു, വേറെ ആള് തിരുവിതാംകൂർ കണ്ട ഏറ്റവും വലിയ സർജന്റെ കൊച്ചുമോളായിരുന്നു. ഹോമിയോ പഠിക്കാമെന്നാണ്. ഇന്ന് ചിന്തിക്കാൻ കഴിയുമോ? അപ്പൊ നമ്മൾ മുമ്പോട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഹോമിയോപ്പതിയുടെ ക്യാപിറ്റലാണ്, പക്ഷെ നമ്മൾ പുറകോട്ടാണോ മുമ്പോട്ടാണോ? നമ്മുടെ ആൾക്കാർ തന്നെ അക്കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കണം. അപ്പൊ നിങ്ങളെ പോലുള്ളവർ ഇത് കൂടുതൽ പഠിക്കുകയും ഒരു സ്പെഷ്യൽ സെന്ററാക്കി മാറ്റുകയും ഭാവിയിൽ കുറെ പേർക്ക് അതൊരു ജീവിതമാർഗമാക്കാൻ മാറ്റാനും കഴിയുമെന്ന് ആശിക്കുന്നു. നന്ദി. ഓക്കെ ഡോക്ടറെ. ജയലളിത ഡോക്ടറെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ജയലളിത ഡോക്ടർ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരണേ. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. അത് ക്ലാസ് നല്ല സെഷനായിരുന്നു. ഇത്തിരി ലേറ്റ് ആയെങ്കിലും നന്നായിട്ട് ക്ലാസ് എടുത്തു. ഞാന്ന് വെച്ചാല് ആ സിംറ്റംസ് ഓരോന്നും കേട്ടിട്ട് അതിനനുസരിച്ചിട്ടാണ് മെഡിസിൻ എടുക്കുന്നത്. ഓരോ പേഷ്യൻസിന് വ്യത്യസ്തമായിട്ടാണല്ലോ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ആയണം, അല്ലെങ്കിൽ ബാക്കിലോട്ട് ആയണം, അങ്ങനെയുള്ളൊരു ഇത് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കൊടുത്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. PSA കൂടിയാൽ ശരിയാണ്. ഈ സർജറിയൊക്കെ ഒരുവിധം നമ്മളുടെ മെഡിസിൻസ് കൊണ്ട് തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു സെഷൻ ആയിരുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു ഹോപ്പുള്ള ഒരു വിഷയമാണിത്. നമ്മളുടെ ഹോമിയോപ്പതിയിൽ നല്ലപോലെ ശോഭിക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നന്ദി ജയലളിത ഡോക്ടറെ. ജയലളിത ഡോക്ടർ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി നമുക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ എന്താണ് അവരുടെ ആ ഒരു പ്രത്യേകതകൾ അനുസരിച്ച്, യൂറിൻ പോണതിലുള്ള പ്രത്യേകതകൾ അനുസരിച്ച് സാജൻ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി റിസൾട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന, പേഷ്യൻസിന് ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഈ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി. നമുക്കൊക്കെ തന്നെ ഒത്തിരി കേസുകൾ ഇതുപോലെ സുഖപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഈ ഒരു ഗ്രന്ഥി മാത്രമാണ് നമ്മളുടെ എല്ലാ ഓർഗനും, നമ്മളുടെ ബോഡി വളരണനുസരിച്ച് എല്ലാ ഓർഗനും നമ്മളുടെ ബോഡിയിൽ വളർന്നുകൊണ്ടിരിക്കും ഒരു പ്രായം വരെ. പക്ഷെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രം ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോഴാണ് അത് വലുതാവുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ആ ഒരു യൂറിൻ കൂടുതൽ ഇത് വന്നു കഴിഞ്ഞാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അപ്പൊ തന്നെ പോണം എന്നുള്ളൊരു പ്രശ്നം വന്നതും ഇതിനൊരു വിഷയം ഉള്ളത് കൊണ്ടാണ്. എല്ലാ ഗ്രന്ഥിയും വളരും, പക്ഷെ ഈ ഒരു സംഭവം മാത്രം നമ്മളെ ഏജ് ആയി കഴിയുമ്പോഴാണ് വലുതാവണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ജയലളിത ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. ഏജ് കൂടുമ്പോൾ ചുരുങ്ങേണ്ടതിന് പകരം വലുതായി വരികയാണ് അല്ലേ? അപ്പൊ ആ പ്രഷർ വന്ന് ബ്ലാഡറുമ്പോ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ഒരു തോന്നൽ വരുന്നത്. പക്ഷെ ചിലവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് പോവാൻ പറ്റില്ല. അങ്ങനെ ആയി കഴിയുമ്പോഴാണ് ആ ഓരോ പൊസിഷനിൽ നിന്നാല് ചിലവർക്ക് ഇരുന്നാ പോവുള്ളൂ, ചിലവരും അതിലും അമർത്തി പിടിച്ച് ഇങ്ങനെ തള്ളി മുമ്പോട്ട് നിന്നാലേ പോകുള്ളൂ. എന്നാലും പോയി കഴിഞ്ഞാലും പിന്നെയും തുള്ളി തുള്ളിയായിട്ട് പോണത് ഇവര് അറിയണമെന്നില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. തീർച്ചയായിട്ടും ജയലളിത ഡോക്ടറെ, നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ സാജൻ ഡോക്ടർക്ക് വളരെ നല്ല ഒരു തിരക്കിനിടയിൽ നല്ലൊരു ക്ലാസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച സാജൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ ക്ഷണിക്കും. ഓക്കെ ഡോക്ടറെ, എന്തായാലും യങ്ങർ ജനറേഷൻ ഓരോ ഡോക്ടേഴ്സ് ഇങ്ങനെ വന്നതും അവരുടെ ആ ഒരു നോളജ് ഷെയർ ചെയ്യുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഓരോരുത്തരായിട്ട് അങ്ങനെ മുന്നോട്ട് വരട്ടെ. സാജൻ ഡോക്ടർക്ക് എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ പേരിലും ഒരുപാട് നന്ദി. വീണ്ടും ഡോക്ടറിന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഡോക്ടർ.
നന്ദി ജലജ ഡോക്ടറെ. അപ്പോൾ നമ്മുടെ മലയാളം സെഷൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാജൻ ഡോക്ടർ ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ക്ലാസ്സുമായിട്ട് വരണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇതുവരെ സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.